നിങ്ങളാ പറയണ്ടേ, നിങ്ങളാ പറയണ്ടേ. പിന്നെ എല്ലാവരോടൊപ്പം ഇരുന്നിട്ട് നമ്മൾ അഭിനയിച്ചൊരു സിനിമ കാണുമ്പോൾ ഇവരൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഇരുന്നിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ വളരെ സന്തോഷമല്ലേ. എപ്പോഴും പ്രചരണ സമയത്തൊക്കെ ആണെങ്കിലും ചേച്ചി എല്ലാത്തിനും മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴേക്കുള്ള ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പോയിടത്തോളം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലത് സംഭവിക്കട്ടെ, നല്ല മാറ്റം ഉണ്ടാവട്ടെ. കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചെത്തും, തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ല, ഞാൻ UDF വേണ്ടിയിട്ടാണ് ഞാൻ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നത്. കാര്യം എനിക്കങ്ങനെ ഒരു ഞാൻ ദേശീയ ബാലതരംഗം എന്ന് പറഞ്ഞ കുട്ടികളുടെ സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഒരു 2 പ്രാവശ്യം ഞാൻ മാർവേനസ് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ KSU വേണ്ടി മത്സരിച്ച ഒരാളാണ്. KSU പ്രവർത്തകയായിരുന്നു. ഞാനങ്ങനെ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു സമയത്ത് ഞാൻ കോൺഗ്രസിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങണം എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു. പാലക്കാട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാർ മണ്ഡലമാണ്, അവിടെ മത്സരിക്കുന്നതും ഒരു സ്റ്റാർ ആണ്. അല്ല, എൻ്റെ സുഹൃത്തുക്കളാണ്. ഇപ്പോൾ VT ബൽറാം ആണെങ്കിലും ശബരിനാഥ് ആണെങ്കിലും PC വിഷ്ണുനാഥ് ആണെങ്കിലും ഇവരെല്ലാവരും. ഇപ്പോൾ ശരത്ചന്ദ്ര പ്രസാദ്, അദ്ദേഹം കഴക്കൂട്ടം മത്സരിച്ചിരുന്ന ശരത്ചന്ദ്ര പ്രസാദ്, അദ്ദേഹം ചെയർമാനായിട്ടുള്ള സംഘടന ദേശീയ ബാലതരംഗത്തിലൂടെയാണ് ഞാൻ ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒരു മേഖലയിലേക്ക് ഞാൻ വരുന്നത്. എൻ്റെ സ്കൂൾ ടൈമിലെന്ന് പറയുന്നത് ആ സമയം തൊട്ടേ അറിയുന്നവരാണ്. ശ്രീ രമേശ് ചെന്നിത്തല ആണെങ്കിലും ശക്തൻ സർ ആണെങ്കിലും ഒക്കെ. ഞാൻ പോയ മണ്ഡലങ്ങളെല്ലാം എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് അടുപ്പമുള്ള ആൾക്കാരാണ്. അപ്പം എനിക്ക് അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ഒരു തിരുവനന്തപുരം, കൊല്ലത്തിൻ്റെ കുറച്ച് അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പാലക്കാട് വന്നു, അത് VT ബൽറാമിൻ്റെ മണ്ഡലത്തിലേക്ക് തീർച്ചയായിട്ടും. രമേശ് പിഷാരടിയെ പറ്റി നോക്കുവാണെങ്കിൽ പുള്ളി ഇറങ്ങിയ സമയത്ത് പുള്ളിക്ക് കുറേ അല്ലെങ്കിൽ അവഗണനകൾ അല്ലെങ്കിൽ പരിഹാസം ആ ഒരു രീതിയിൽ കണ്ടെങ്കിലും ഇപ്പം ഇലക്ഷൻ്റെ ഒരു സമയം എത്തിയപ്പോഴേക്കും ശക്തമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക്, കേരളം ഒട്ടാകെയുള്ള ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു പുള്ളിയുടെ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഉള്ള എത്രത്തോളം പ്രതീക്ഷയാണ്? പൂർണ്ണമായിട്ടും അത് തീരുമാനിച്ചിട്ട് തന്നെയാണ്. അതായത് ജനങ്ങളിലേക്ക് ഇറങ്ങുക, ജനങ്ങളെ സേവിക്കുക എന്നുള്ളൊരു തീരുമാനത്തോടെ വരുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമല്ലേ. അപ്പോൾ UDFൻ്റെ കാൻഡിഡേറ്റ്സ് എല്ലാം തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ്. അത് വളരെയധികം സന്തോഷമുണ്ട്. കാര്യം അദ്ദേഹം ഇപ്പോഴല്ലല്ലോ, അദ്ദേഹം കുറേ നാളായിട്ട് പിന്നെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടെയല്ലേ. പെട്ടെന്നൊരു നിമിഷം വന്ന ഒരാളല്ലല്ലോ. തീർച്ചയായിട്ടും വളരെയധികം സെയിം മേഖലയിലുള്ള ഒരാൾ അദ്ദേഹം അങ്ങനെ ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകാനായിട്ട് പറ്റിയില്ല. കാര്യം ചുരുങ്ങിയ ദിവസം, ഞാനൊരു 6 ദിവസം ആ ദിവസങ്ങളിലാണ് ഞാൻ പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങിയത്. വളരെ സന്തോഷം. എല്ലാവർക്കും അത് ഇലക്ഷൻ കഴിഞ്ഞു, പിന്നെ റിസൾട്ടാണ്. എല്ലാവർക്കും വളരെ നല്ലൊരു വിജയം ഉണ്ടാവട്ടെ. ഇല്ല, അല്ല, അങ്ങനല്ല. അത്തരം കാര്യങ്ങളൊന്നും മറുപടി പറയേണ്ട ഒരാളല്ല ഞാൻ. എനിക്ക് ഈ ഒരു പ്രസ്ഥാനത്തിനോടുള്ള വളരെ ഒരു ഇഷ്ടമുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളോടുള്ളൊരു വലിയ യോജിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ആ പ്രവർത്തനത്തിന് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ ആ പ്രവർത്തനത്തിനുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ ഞാൻ ആളല്ല. ഞാൻ ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. കോൺഗ്രസിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അതേസമയം ഞാനൊരു കലാകാരിയാണ്. അതൊക്കെ എൻ്റെ മേഖലയല്ല. അവിടെ ഉത്തരം പറയേണ്ട ഒരാൾ ഞാനല്ല. അല്ലാതെ പറയേണ്ട ഒരാൾ ഞാനല്ല. ഞാൻ വേറൊരു മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഈ പ്രസ്ഥാനത്തിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിന് ഞാൻ കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഞാനതല്ലേ പറഞ്ഞു, ദേശീയ ബാലതരംഗം എൻ്റെ സ്കൂൾ, എൻ്റെ 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ ദേശീയ ബാലതരംഗം എന്ന ആ കുട്ടികളുടെ സംഘടനയുടെ ശരത്ചന്ദ്ര പ്രസാദ് അദ്ദേഹം ചെയർമാനായിട്ടുള്ള ആ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ്, അത് കഴിഞ്ഞ് 2 ഘട്ടം സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച് അതിനുശേഷം മാർവേനസ് കോളേജിൽ വന്നപ്പോൾ KSU കാൻഡിഡേറ്റായി KSUവിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും ആ പ്രസ്ഥാനത്തിനോടുള്ളൊരു ഇഷ്ടം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഉണ്ടാവണം. എൻ്റെ ഒരു സപ്പോർട്ട് വളരെ, എന്താ പറയുക, എൻ്റെ ഒരു പ്രസൻസ് വളരെ നല്ല രീതിയിൽ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്
ഇപ്പം ഭാവിയിലാണെങ്കിലും ഇപ്പം കോൺഗ്രസ് മത്സരിക്കണം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാണോ എന്നുള്ള രീതിയിൽ പ്രസ്ഥാനം ഞാനിപ്പോ ചിന്തിച്ചത് ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ സിനിമകൾ എൻ്റെ ജോലിയായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തു പോകുന്നു. എനിക്ക് ആ പ്രസ്ഥാനം ഒരുപാട് ഇഷ്ടമാണ്. അത് ഈ ഒരു ദിവസം കൊണ്ടല്ല, ഒരുപാട് വർഷങ്ങൾ വളരെ വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ എൻ്റെ ഉള്ളിലേക്ക് കയറിയതാണത്. അതായത് തീരെ എനിക്ക് തോന്നുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്നുണ്ടെങ്കിൽ അപ്പം മുതൽ അത് മനസ്സിലേക്കും എൻ്റെ തലച്ചോറിലേക്കും കയറിയതാണ്. അപ്പം അതുകൊണ്ട് അത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പാർട്ടി നേതൃത്വം അത്തരത്തിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിഷേധിക്കും. എന്താണ് അതിനെപ്പറ്റി? ഞാൻ ആ ഒരു പ്രസ്ഥാനം ആ ഒരു പാർട്ടി അത് അധികാരത്തിൽ വരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അനുഭാവി എന്നുള്ള രീതിയിൽ, ഒരു പ്രവർത്തക എന്നുള്ള രീതിയിലും എനിക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. അത് ഈ ഒരു ദിവസമല്ല, എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയായിരുന്നു. ഇതിനു മുന്നേ ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, ആ ഒരു പ്രസ്ഥാനത്തിൻ്റെതായിട്ടുള്ള ഞാൻ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം അതിൻ്റെ ഭാഗമാണ് ചെറിയ രീതിയിൽ. പക്ഷെ എൻ്റെ ജോലി എന്ന് പറയുന്നത് അത് വേറെയാണ്, അഭിനയമാണ്. ഞാൻ എൻ്റെ ജോലി ചെയ്തു പോകുന്നത്. അപ്പോഴും ഞാനവിടെ എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തു. ഇപ്പം അതായത് എൻ്റെ ജോലി ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ സിനിമ കണ്ടു, വളരെ സന്തോഷം. എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി.